ഇന്ന് നമ്മുടെ വണ്ടിയുടെ പൂജയാട്ടാ. നമ്മൾ വണ്ടി പൂജിക്കുന്നത് കുതിരാന്റെ അമ്പലത്തിലാണ്. ആദ്യമൊക്കെ നല്ല തിരക്കുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ ഇത്. തുരങ്കം വന്നതിന് ശേഷം ഇവിടുത്തെ തിരക്ക് കുറച്ച് കുറവാണ്. പിന്നെ നമ്മൾ വണ്ടി പൂജിക്കുന്നത് ഇപ്പൊ ക്രിസ്ത്യൻസ് വെഞ്ചരിക്കാന്ന് പറയും, പിന്നെ മുസ്ലിംസ് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മുടെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനൊന്നും ആരും അന്ധവിശ്വാസമായിട്ട് കണക്കാക്കരുത് കേട്ടാ. എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന സമയം ആയതുകൊണ്ട് പറയാണ്. അപ്പൊ നമ്മൾ ചെന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അമ്പലത്തിലെ പൂജ കഴിഞ്ഞിട്ടേ വണ്ടി പൂജിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു. എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ വന്നത്. ഇത് കാടിന്റെ നടുക്കുള്ള ഒരു അമ്പലമായതുകൊണ്ട് തന്നെ ഇവിടെ കുരങ്ങും പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ അമ്പലത്തിലെ പൂജ കഴിഞ്ഞു. അപ്പോൾ പൂജാരി വന്ന് നമ്മുടെ വണ്ടിയൊക്കെ പൂജിച്ച് തന്നു. അതിനുശേഷം നമ്മൾ നാരങ്ങയൊക്കെ വെച്ച് വണ്ടി എടുത്തു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവിടെ പ്രസാദം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ കുറേ സ്വാമിമാരൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു, ഞാനും ഇതുപോലെ നടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് കിടക്കാറെന്നൊക്കെ. അങ്ങനെ ഭംഗിയായിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോവാട്ടാ. ഇനി നേരെ വീട്ടിലേക്ക്.